ജിൻഡോ എന്ന് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 6 എല്ലാവിധ ലൂപ്പ് ഹോളുകളും കണ്ടുപിടിച്ച് ഗെയിം കളിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ പാവത്തിന് ടോക്കിംഗ് സ്കിൽ ഇല്ലാതെ പോയി. ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അങ്ങനെ ഇന്ന് രാവിലത്തെ ലൈവില് നമ്മുടെ ജിൻഡോന് പവർ ടീമിലെ ഒരു അംഗമായിട്ടുള്ള റസ്മിൻ ബായും അതുപോലെ തന്നെ മറ്റുള്ള താരങ്ങളും കൂടി ചേർന്ന് ഒരു ശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജിൻഡോ പവർ ടീമില് സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ള താരങ്ങളായിട്ട് പങ്കുവെച്ചു. അതുപോലെ തന്നെ ഉറങ്ങി എന്നുള്ള ആ ഒരു കാര്യത്തിന്. അപ്പോൾ ജിൻഡോ ലൂപ്പ് ഹോളായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരെയും വായടപ്പിക്കാൻ പറ്റിയ കാര്യമായിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത്. പവർ ടീമിലെ രഹസ്യങ്ങൾ പുറത്തു പറയരുതെന്ന് ബിഗ് ബോസിന്റെ റൂളിലോ പവർ ടീമിന്റെ റൂളിലോ ഇല്ല. പിന്നെ ഞാൻ ഇത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്കൊരു വിഷയവുമില്ല. അതുപോലെ തന്നെ ഉറങ്ങിയതിന് പോയിന്റ് പോകുമെന്ന് മാത്രമേ ബിഗ് ബോസിന്റെ റൂളിലുള്ളൂ. അല്ലാതെ പവർ ടീം അംഗങ്ങൾക്ക് ഉറങ്ങിയതിന് ശിക്ഷ കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു നിയമവും പവർ ടീമിലോ അതുപോലെ തന്നെ ബിഗ് ബോസിലോ ഇതുവരെ വന്നിട്ടില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജിൻഡോ പവർ ടീമിന്റെ നിയമപുസ്തകമൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ലൂപ്പ് ഹോളുകൾ ജിൻഡോന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ കൃത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 പോയിന്റ് മതി ജിൻഡോനെ അവിടെ പിടിച്ചു നിൽക്കാനും മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ വായടപ്പിക്കാനും. പക്ഷേ ജിൻഡോന് ടോക്കിംഗ് സെൻസ് ഇല്ലാതെ പോയി, ടോക്കിംഗ് സ്കിൽ ഇല്ലാതെ പോയി. ഇപ്പൊ ജിൻഡോനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ജിൻഡോന്റെ ആ ഒരു ഗെയിം കളിക്കാനുള്ള മൈൻഡും നമ്മുടെ അഖിൽ മാരാറിന്റെയോ അല്ലെങ്കിൽ ഡോക്ടർ റോബിന്റെ ഒക്കെ പോലുള്ള ആ ഒരു ടോക്കിംഗ് സ്കില്ല് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസ് കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും അടിപൊളി ഗെയിമറായിട്ട് നമ്മുടെ ജിൻഡോ മാറിയാനെ. ഇപ്പോൾ ജിൻഡോയിൽ നമുക്ക് അഖിൽ മാരാറിന്റെ ആ ഒരു അക്ഷരസ്ഫുടതയും അതുപോലെ തന്നെ ഡോക്ടർ റോബിനെ പോലുള്ള പ്ലെയേഴ്സിന്റെ ആ ഒരു ഭാഷയും സംസാരിക്കുമ്പോൾ ഉള്ള ആ ഒരു ഭാഷയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു നമ്മുടെ ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ നമ്മുടെ ഗബ്രിയും ജാസ്മിനും അതുപോലെ തന്നെ നോറയും ഒക്കെ ജിൻഡോനെതിരായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ ജിൻഡോന്റെ കയ്യിൽ ഇത്രയും നല്ലൊരു പോയിന്റ് ഉണ്ടായിട്ട് കൂടി അത് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ആ ഒരു കഴിവ് ജിൻഡോന് ഇല്ലാതെ പോയി. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു അടിപൊളി ഗെയിമറായിട്ട് ജിൻഡോ മാറിയാനെ. പക്ഷേ ഇനി വരുന്ന മുന്നോട്ടുള്ള നാളുകളിൽ ജിൻഡോ ഇമ്പ്രൂവ് ആയി വരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ നമ്മൾ ആദ്യത്തെ ആഴ്ചയിൽ കണ്ട ജിൻഡോനെ അല്ല ഇപ്പൊ കാണുന്നത്. ആദ്യത്തെ ആഴ്ചയിൽ ഒരുപാടധികം കുറ്റങ്ങൾ ഏറ്റുവാങ്ങി അതുപോലെ തന്നെ മിണ്ടാപ്പൂച്ചയെ പോലെ നിന്ന് ഏകദേശം ഒരു മണ്ടനെ പോലെയൊക്കെ നിന്നിരുന്ന ജിൻഡോ പിന്നീട് ഗെയിമിനെ ഒബ്സർവ് ചെയ്ത് അതിലേക്ക് ഇറങ്ങി വന്ന് അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഏകദേശം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിജോ, റോക്കി, രതീഷ് ഇവരൊക്കെ പോയ ബിഗ് ബോസ് വീട് ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജിൻഡോ തന്നെയാണ്. ജിൻഡോനെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ബിഗ് ബോസിലെ സകലമാന കണ്ടന്റുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു ഗെയിമറിന് ആ ഒരു ടോക്കിംഗ് സെൻസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് മാറിയാനെ. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഡോക്ടർ റോബിനെ പോലെയും അതുപോലെ തന്നെ അഖിൽ മാരാറിനെ പോലെയൊക്കെ നല്ല ടോക്കിംഗ് സ്കില്ല് ജിൻഡോന് കിട്ടണമെന്നുള്ളത്. അത് ബിഗ് ബോസിൽ നിന്ന് കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയി ജിൻഡോ അത് പഠിച്ചെടുക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഒരു അടിപൊളി ഗെയിമറാണ്. നല്ല നല്ല പോയിന്റുകൾ കണ്ടെത്തി കൊണ്ടുവന്ന് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ. ആ ഒരു സമയത്ത് പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മുടെ അഖിൽ മാരാർ ആണെങ്കിലും അല്ലെങ്കിൽ ഡോക്ടർ റോബിൻ ആണെങ്കിലും അപ്പൊ തന്നെ പോയിന്റ് വെച്ച് കാര്യം പറഞ്ഞാണ്. ഇപ്പോ പവർ ടീം അംഗമായത് നിങ്ങളുടെ ആരുടെയും ഒരു ഓശാനവും കൊണ്ടല്ല. പവർ ടീം അംഗങ്ങളെ നിങ്ങൾ ഒരിക്കലും തെരഞ്ഞെടുക്കുന്നതല്ല. തൻ്റെ സ്ട്രെങ്ത് കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ ടീമിന്റെ സ്ട്രെങ്ത് കൊണ്ടും ബുദ്ധി കൊണ്ടുമാണ് പവർ ടീം ടാസ്കുകൾ വിജയിക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു ടാസ്ക് വിജയിച്ച് ആ ഒരു സ്ഥാനത്ത് എത്തിച്ചേരുന്നത്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ക്യാപ്റ്റനെ പറയാം. ക്യാപ്റ്റൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര കടുകട്ടിയായിട്ടുള്ള നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കുകൾ ഉണ്ട്. അതൊക്കെ വിജയിച്ച് തന്നെയാണ് ഒരു ക്യാപ്റ്റനായിട്ട് മാറുന്നതും. ദെൻ പക്ഷേ ക്യാപ്റ്റൻസി ടാസ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാം ക്യാപ്റ്റൻസിലേക്ക് തെരഞ്ഞെടുക്കുന്നത് ബിഗ് ബോസ് കുടുംബാംഗങ്ങളാണ്. അതുകൊണ്ട് അവിടെ ഒരു ജനാധിപത്യമുണ്ട്. ഇപ്പോൾ കുടുംബാംഗങ്ങൾ വോട്ട് ചെയ്ത് വിടുന്ന ആൾക്കാരാണ് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിൽ നിൽക്കുന്നത്. ക്യാപ്റ്റൻസിനോട് ഇവർക്ക് വേണമെങ്കിൽ ഒന്ന് ആജ്ഞാപിക്കുകയൊക്കെ ചെയ്യാം. കാരണം ഇവർ ചെയ്യുന്ന ആ ഒരു വോട്ടിനനുസരിച്ചിട്ടാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് പോകുന്നത്. പക്ഷെ പവർ ടീമിനോട് ആജ്ഞാപിക്കാനുള്ള ഒരു അധികാരവും ബിഗ് ബോസ് മറ്റുള്ള ടീം അംഗങ്ങൾക്കില്ല. പവർ ടീം അവിടെയുള്ള സർവാധികാരികളാണ്. അത് ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടാണ് കയറ്റിയിരിക്കുന്നത്. ആരുടെയും മോശാനം കൊണ്ടല്ല പവർ ടീമിലെ അംഗങ്ങൾ ആ ഒരു സ്ഥാനത്തിരിക്കുന്നത്. ഈ ഒരു ഒറ്റ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിയും ജാസ്മിനോട് വായടഞ്ഞിരിക്കും. ആരാണെങ്കിലും വായടഞ്ഞു പോകും. പക്ഷെ അത് പറയാനായിട്ട് നമ്മുടെ ജിൻഡോന് സാധിക്കുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ സീസൺ 5-ലെയും 4-ലെയും താരങ്ങളെ ഞാൻ ഇതിലേക്ക് കൊണ്ടുവരുന്നതല്ല. പക്ഷെ അവരാണെങ്കിൽ ഈ പോയിന്റ് പറഞ്ഞ് അവർ ഇരുത്തിച്ചാണ് ഈ ഒരു ജാസ്മിനെയും ഗബ്രിനെയൊക്കെ. ഇപ്പൊ അഖിൽമാരാണെങ്കിലും ഡോക്ടർ റോബിൻ ആണെങ്കിലും ഇവരൊക്കെ ആ പോയിന്റ് പറഞ്ഞ് അവിടെ ഇരുത്തിച്ചിരിക്കും. അങ്ങനത്തെ ഒരു ടോക്കിംഗ് സ്കില്ലാണ് ഈ ഒരു ഷോക്ക് വേണ്ടത്.
ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ബുദ്ധിനേക്കാൾ കൂടുതൽ വേണ്ടത് കുബുദ്ധിയാണ്. ആ ഒരു കുബുദ്ധി പറഞ്ഞു ഫലിപ്പിക്കാനായിട്ടുള്ള അക്ഷരസ്ഫുടത വേണം, ടോക്കിംഗ് സ്കില്ല് വേണം. ഷടപടയെന്ന് വാക്കുകൾ ഇങ്ങനെ വായിന്ന് പടക്കം പൊട്ടനോട്ട് ഇങ്ങനെ പൊട്ടി വരണം. എന്നാലേ ആ ഒരു ജനങ്ങളുടെ ഇംപ്രഷനും ഇതൊക്കെ കാണുന്ന വ്യൂവേഴ്സൊക്കെ നമ്മളെ സ്നേഹിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ജിൻഡോ നല്ലൊരു ഗെയിമറാണ്. ആ ഒരു രീതിയിലേക്ക്, ആ ഒരു തലത്തിലേക്ക് ജിൻഡോ ഉയർന്നു വരുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ജിൻഡോൻ്റെ പുതുപുത്തൻ മാറ്റങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഒരു അടിപൊളി ഗെയിമറിൻ്റെ ഒരു ഉദയമായി മാറട്ടെ ഇത്. ഇപ്പോൾ നമ്മുടെ സിജോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ സിജോനൊക്കെ പറ്റിയൊരു എതിരാളിയായിട്ട് നമ്മുടെ ജിൻഡോ മാറട്ടെ. ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.